ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കുറച്ചായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ഡാസ്ലറിന്റെ DLC 025. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഹൈബ്രിഡ് ഭയങ്കര നല്ല ഷെയ്ഡാണ്, ഭയങ്കര അങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഒന്ന് പറയാൻ പോണത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും ചിലപ്പം കുറേ റിവ്യൂ കേട്ടിട്ട് പിന്നെ നമ്മളായിട്ടൊരു റിവ്യൂ പറയണോ എന്നുള്ളത് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കാൻ പോകുന്ന ആണെങ്കിൽ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എന്താ എനിക്ക് എന്നോട് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭംഗി എന്നൊക്കെ പറയുന്നത്, ഭയങ്കര നല്ല ഷെയ്ഡാണെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അത്ര നല്ല റിസൾട്ട് ഒന്നും അല്ലായിരുന്നു. ബട്ട് ചില സ്കിൻ ടൈപ്പിന് പറ്റിയിരിക്കും. എൻ്റെ സ്കിൻ ടൈപ്പിനോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കളറിനോ ആ ഒരു ഷെയ്ഡ് അത്ര മാച്ച് ആവുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ഷെയ്ഡ് എന്നിട്ട് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് വരുന്നത് നമ്മളെ DLC 025 പിന്നെ ഇത് വരുന്നത് DLC C23 ആകട്ടെ കേട്ടോ. അപ്പം C23 വരുന്നത്. അപ്പം ഞാനിതിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതിന്റെ കമന്റ് ബോക്സ് ചിലപ്പോൾ പൊങ്കാലിരിക്കും കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബ്രൗൺ ആണ്, കട്ട കാപ്പി കളറാണ്. അത് ഇനിയിപ്പോൾ എനിക്ക് മാത്രം കിട്ടിയതിന്റെ പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടാ. ഇതെന്താ വെച്ചാൽ ഒന്ന് എൻ്റെ അനിയത്തി വാങ്ങിയതാണ്, ഒന്ന് ഞാൻ വാങ്ങിയതാണ്. അപ്പം അവൾ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കും കൂടെ യൂസ് ചെയ്യാമല്ലോ, നമ്മളിപ്പം അങ്ങനെ തന്നെയാണല്ലോ അനിയത്തിമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവൾ വാങ്ങിക്കുക എനിക്ക്, ഞാൻ വാങ്ങിച്ച അവൾക്ക് അങ്ങോട്ട് കൂടെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ നീ എടുത്തോന്ന് പറഞ്ഞാൽ അവൾ എടുത്ത ഒരു കളറാണ് നമ്മളിപ്പം നോർമലായിട്ട് DLC 025 എന്ന് വരുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബ്രൗൺ ഷെയ്ഡാണ്. എന്താന്ന് പറയാ, നമ്മൾ ലിപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കട്ട ബ്രൗൺ കളറിലായിട്ട് നിൽക്കും. എൻ്റെ ലിപ്പിന് തീരെ പറ്റുന്നില്ല. എൻ്റെ ഫേസേ ഒരു ബ്രൗൺ ആയിരുന്നു, ഒരു ഇരുണ്ട് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താ ഇതിനെ പറ്റി ഇത്ര റിവ്യൂ പറയാൻ കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നല്ല ഷെയ്ഡാണെന്നുള്ളത്. പിന്നെ നമ്മളിത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേ രീതിയിലാണ്. ഞാനിവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ബ്രൗൺ കളറാണ് വരുന്നത്, ഈ ഒരു ബ്രൗൺ കളറാണ് ഇതിന് വരുന്നത്. അപ്പം ഞാനിത് ലിപ്പിലേക്ക് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഷെയ്ഡ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഷെയ്ഡ് എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പം ഞാൻ റിവ്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര റിവ്യൂ, ഒരു 160 അറൗണ്ട് ആണ് പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങളിത് വാങ്ങിക്കുമ്പം കറക്റ്റ് ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് നോക്കി നിങ്ങളെ ലിപ്പിന് പറ്റുമോ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ഇങ്ങനെ ഈ ബ്രഷിന്റെ മുകളിൽ കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറേ ഈ രീതിയിലാക്കിയിട്ട് ചെറുതായിട്ട് നിങ്ങളെ ലിപ്പിന്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കളർ തോന്നുന്നുണ്ടെന്ന് ഇതാക്കുന്നു. പക്ഷെ ഞാനിത് ഇടല്ലേ കേട്ടോ. എൻ്റെ സ്കിൻ ഒരു ലിപ് കളറേ ഭയങ്കരമായിട്ട് ബ്രൗൺ ആയി പോയിരുന്നാൽ, അതായത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഒരു കറുത്ത ഷെയ്ഡിലേക്ക് പോണ പോലെ എനിക്ക് തോന്നി. അപ്പം അതാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിൻ കളറിന് ഇത് പറ്റാത്തതാണോ, അല്ലെങ്കിൽ നമ്മൾ ചെറുതുണ്ടാവില്ലേ എൻ്റെ ലിപ്പ് അങ്ങനെ പിഗ്മെന്റേഷൻ, ഞാൻ പിഗ്മെന്റേഷൻ വന്ന ലിപ്പിനായിരിക്കും ചിലപ്പം കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെയല്ലേ ഈ പിഗ്മെന്റേഷൻ വന്നിട്ടൊന്നുമില്ല, എന്നിട്ട് പോലും എനിക്ക് ഈ ഒരു കളറ് പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ എന്താ വെച്ചാൽ അവൾ ഇതെടുത്ത് എനിക്ക് എന്തായാലും പറ്റുന്നില്ല. അവൾക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മളത് കുറച്ച് ടൈം ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് മാറാം. ഒരു 3 hours ലാസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. 3 hours ലാസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുണ്ടനക്കാതെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഇങ്ങനെ നിൽക്കുക. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ ഇറങ്ങും, അതൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റൂല. ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ നമ്മൾ ജസ്റ്റ് ഫുൾ ടൈം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ 3 hours ഇത് കിട്ടും. അല്ല ജസ്റ്റ് അനക്കി പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ പോയി തുടങ്ങും. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് വാരി തേക്കാനും പറ്റൂല. അതാണ് ഇതിന്റെ അവസ്ഥ വരുന്നത്. പിന്നെ ഞാൻ എടുത്ത കളർ എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് പിങ്ക് കളറ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റെഡ്, ഒരു അങ്ങനത്തെ ഷെയ്ഡൊക്കെയാണ് നമ്മൾ മെബ്ലൈൻ്റെ ഒക്കെ കളറില്ല, മെബ്ലൈൻ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഒരു കളർ. ആ ഷെയ്ഡാണ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു ഫേസിന് കുറച്ചും കൂടി പറ്റുന്നത്. നമുക്ക് അങ്ങനത്തെ കളർ നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റൺ ആയിട്ട് തോന്നും. നമുക്ക് അത്ര ഒരു ക്ഷീണം പോലെ തോന്നാതെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന കളറാണ് എനിക്ക് ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം. അപ്പം ഞാൻ അതിലെടുത്ത ഒരു കളറാണ് C23 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഇതേപോലെ ഭയങ്കര തിക്കാണ്, നല്ല തിക്കായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ തന്നെ ഈ ഷെയ്ഡ് ഇത് പക്ഷേ ഇത് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ ഈ 2 ലിപ്സ്റ്റിക്കും ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലുള്ളൂ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്.
അപ്പം ഞാൻ ഇപ്പം ഇട്ടത് ആ ഷെയ്ഡാണ്. ലൈറ്റായിട്ട് ജസ്റ്റ് അവിടെ എവിടേക്കും ടച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് നമ്മൾ ലിപ്പിൽ മൊത്തം ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് 2 കളർ. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ വാങ്ങിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, എന്നിട്ട് വാങ്ങിക്കോളൂ. പിന്നെ വില കുറവാണ്, നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വാങ്ങിക്കാം. അപ്പം അതാണ് ഈ ഒരു 2 ലിപ്സ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരിക എന്നുള്ളത് വിചാരിക്കേണ്ട. അങ്ങനത്തെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡേ അല്ല വരുന്നത്, ഭയങ്കര ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ഫേസിന് പറ്റെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഞാൻ പറയാനുള്ള വെച്ചാൽ ഇത് ഓക്കെ, ഈ ഒരു പ്രൈസിന് ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ബട്ട് ഇതിന്റെ ചെറുത് വരുന്നുണ്ട്, നമ്മൾ ഡാസ്ലറിന്റെ തന്നെ കുഞ്ഞു ബോട്ടിൽ വരുന്നുണ്ട് 80 റുപ്പീസിന്റെ. അത് നല്ല കേട്ടോ, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 3 മണിക്കൂർ നല്ല ഷെയ്ഡും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു നമുക്കൊരു ലൈറ്റ് ബ്രൗൺ വരുന്നുണ്ട്, ഒരു പിങ്ക് കളർ, പീച്ച് കളർ, അങ്ങനെ കുറെ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയെടുക്കാം. അപ്പൊ ഞാൻ അതിലൊരു ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷെയ്ഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണേൽ മെൻഷൻ ചെയ്യാം. നല്ല ഷെയ്ഡാട്ടോ, നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം അത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇതിപ്പോ ഞാൻ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ചെറിയ കുഞ്ഞ് ബ്രഷ് ഉണ്ടാവും, വേറെ ലിപ്സ്റ്റിക്കിന്റെ ബ്രഷൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. എന്താണ് എല്ലാവരും ഭയങ്കര സംഭവമാണ്, ഭയങ്കര കളറാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല വേർത്താണ് എന്നൊക്കെ, പ്രൈസ് വെച്ച് വേർത്താണ്. ഓക്കെ, 180 റുപ്പീസ് ഒരു ഡാസ്ലറിന്റെ ഇത്രയും വലുപ്പമുള്ള ഒരു ബോട്ടിലിന് 180 റുപ്പീസ് 160 റുപ്പീസോളം എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊക്കെയാണ്. ബട്ട് കളറ് ഞാൻ അത്ര നിങ്ങളെ ഭയങ്കരമായിട്ട് പറയുന്നില്ല, ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര സംഭവമാണോ എന്ന് ഞാൻ പറയുന്നില്ല, അത്ര സംഭവങ്ങളൊന്നുമല്ല. ഇത് എന്ന് വെച്ചാൽ കട്ട ബ്രൗൺ ആണ്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ ബ്രൗൺ കളർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ബ്രൗൺ എന്നൊക്കെ പറയും, ഞാൻ ഈ ബ്രൗൺ എന്നൊക്കെ എനിക്ക് ഈ കളർ അത്ര ഇഷ്ടപ്പെടാത്തതിനെ കൊണ്ടല്ല, നമ്മൾ പ്രതീക്ഷിച്ച അത്ര വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിയത് തന്നെയാണ്. അപ്പൊ അത്ര ഒരു റിസൾട്ട് കിട്ടാത്തതിനെ കൊണ്ടാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഇട്ട കളർ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആ ലിപ് കളറാണ് നേരത്തെ ആ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതിന്റെ. ഇത് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ പോകുന്നത് അത്രയും ഒരു ബ്രൗൺ കളറാണ് വരുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ചുണ്ടൊക്കെ കറുത്തെടുക്കുന്നത് തോന്നുന്നത്. ഇതാണ് ഷെയ്ഡ്. അപ്പൊ ഞാൻ നേരത്തെ ഇട്ടത് നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ കളറാണ്, കറക്റ്റ് ഒരു ബ്രൗൺ കളറാണ്. അത് നമ്മളൊരു എന്താ പറയാ, സ്കിൻ കളർ വെച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോവാണ്, ഭയങ്കര ബ്ലഷ് ഒക്കെ ചെയ്ത് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മേക്കപ്പ് നമുക്ക് ആവുമ്പോൾ തന്നെ നമ്മളൊരു സ്കിൻ കളർ മാറുമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അത് സ്യൂട്ട് ആവാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. എനിക്കത് കറക്റ്റ് അല്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കത് കറക്റ്റ് അറിയുന്നില്ല. നമ്മൾ നോർമലായിട്ട് നമ്മൾ ജസ്റ്റ് ബാക്കി കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ഇതാണ്. എന്റെ ഫേസിന്റെ മുഖം മൊത്തം മാറിയിട്ടുണ്ട്, ഒരു കളർ മാറി, ഒരു എന്താ പറയാ, വേറൊരു കളറിലേക്ക് ചെയ്യുന്നത്. ഞാൻ മറ്റേതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് വന്നത്. ഇത് വരുന്നത് C23 ആണ്. നിങ്ങൾ നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയ കളർ. ഞാൻ ഏകദേശം ഒരു പിങ്ക് കളർ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തതിനെ കൊണ്ടാട്ടോ ഈ കളർ കൂടുന്നത്. ഞാൻ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പൊ അത് കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റിംഗ് 3 hours ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണ്, നിങ്ങൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ നാക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം അത് നിൽക്കും. ആ ഒരു 3 hour കറക്റ്റ് ആയിട്ട് നിൽക്കും. പിന്നെ വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുമ്പോൾ നമ്മള് ഈ എന്താ പറയാ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ചുണ്ടൊക്കെ ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി കാണുന്നുണ്ട് ഞാൻ. അപ്പൊ നിങ്ങളത് വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ 80 റുപ്പീസിനാണെങ്കിൽ നല്ല വേർത്താട്ടോ, പിന്നെ നല്ല ഷെയ്ഡ് വരുന്നുണ്ട്, കുറെ നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച കളേഴ്സ് ഒക്കെ നല്ല രീതിയിൽ അത് വരുന്നുണ്ട്. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നിങ്ങൾ വാങ്ങിയിട്ട് നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ഷെയ്ഡിന്റെ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചൊരു ഷെയ്ഡ് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അത് നന്നായിരിക്കും. എനിക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. നല്ല ഷെയ്ഡാട്ടോ. നിങ്ങളൊരു പിങ്കിഷ് കളറൊക്കെ താല്പര്യമുള്ള ആളുകൾ,
ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു മെബ്ലൈൻ്റെ കളറില്ലേ, നമ്മൾ മെബ്ലൈൻ ലിപ്സ്റ്റിക്കിന്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നോക്കി എടുക്കാൻ നോക്കുക. C23 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.